ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ രാമകൃഷ്ണ മിഷൻ സേവാശ്രമ ആശുപത്രിയിൽ പുതുതായി സ്ഥാപിച്ച നന്ദകിഷോർ സോമാനി ഓങ്കോളജി ബ്ലോക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഉത്തർപ്രദേശിലെത്തിയ രാഷ്ട്രപതി ഇന്നലെ വൈകുന്നേരം ഇസ്കോൺ ക്ഷേത്രവും പ്രേം മന്ദിറും സന്ദർശിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽത്താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഖത്തറിലെ ജനങ്ങൾക്ക് ശ്രീ മോദി ഈദ് ആശംസകൾ നേർന്നു. ഇന്ത്യ ഖത്തറിനൊപ്പമാണെന്നും ഊർജ്ജ കേന്ദ്രങ്ങൾക്കു നേരെയുള്ള ആക്രമണത്തെ അപലപിക്കുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തിന് നൽകിയ കരുതലിനും പരിരക്ഷയ്ക്കും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ഇസ്രായേലിന്റെ വടക്കൻ നഗരമായ ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാലയിൽ ഇറാന്റെ മിസൈൽ ആക്രമണം. വൈദ്യുതി തടസ്സം നേരിട്ടതൊഴിച്ചാൽ കാര്യമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതായി ഇസ്രായേൽ ഊർജ്ജമന്ത്രി എലി കോഹൻ പ്രസ്താവനയിൽ അറിയിച്ചു. വ്രതശുദ്ധിയുടെ നാളുകൾ പിന്നിട്ട് സംസ്ഥാനത്തെ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ ഈദ് നമസ്കാരത്തിനായി ഈദ്ഗാഹുകളിലും പള്ളികളിലും നിരവധി വിശ്വാസികളാണ് ഒത്തുചേർന്നത്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിൽ പാളയം ഇമാം വി സുഹൈബ് മൗലവിയാണ് നേതൃത്വം നൽകിയത്. കോഴിക്കോട് ബീച്ചിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിന് പി മുജീബ് റഹ്മാൻ നേതൃത്വം നൽകി. ഇന്നലെ മലപ്പുറം പരപ്പനങ്ങാടിയിൽ മാസപ്പിറവി കണ്ടതോടെയാണ് ഇന്ന് ചെറിയ പെരുന്നാളാണെന്ന് വിവിധ ഖാസികൾ പ്രഖ്യാപിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലും ഇന്നാണ് പെരുന്നാൾ. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫിൽ ഈദ്ഗാഹിനും പൊതുസ്ഥലത്തെ ഒത്തുചേരലിനും വിലക്കുണ്ട്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നാളെയാണ് ഈദ് ഉൽ ഫിത്തർ. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുന്നു. കോൺഗ്രസ് 2ാം ഘട്ട പട്ടിക പുറത്തിറക്കിയതോടെ മത്സരചിത്രം വ്യക്തമായിട്ടുണ്ട്. എംപിമാർ മത്സരിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലപാടെടുത്തതോടെ കെ സുധാകരനും അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. UDF, LDF, NDA സ്ഥാനാർത്ഥികൾ സംസ്ഥാനത്തുടനീളം പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളം കർണാടക അതിർത്തിയിൽ പരിശോധന കർശനമാക്കി. ഇലക്ഷൻ ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചുകൊണ്ട് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമിന്റെ നേതൃത്വത്തിലാണ് പരിശോധന തുടങ്ങിയത്. ലഹരി വസ്തുക്കൾ, കള്ളപ്പണം, ആയുധം, സ്ഫോടക വസ്തുക്കൾ എന്നിവയുടെ കടത്ത് തടയുന്നതിനാണ് പരിശോധന. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ അവധി ദിവസങ്ങളിൽ സ്വീകരിക്കില്ലെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, പുതുച്ചേരി, അസം എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി. 24-നാണ് സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രിക പിൻവലിക്കാം. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യുന്നവർക്ക് അപേക്ഷ നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിൽ നിന്ന് ഡൌൺലോഡ് ചെയ്തെടുത്ത ഫോം 12D-യിൽ ബൂത്ത് ലെവൽ ഓഫീസർ മുഖേനയോ നേരിട്ട് റിട്ടേണിംഗ് ഓഫീസർക്കോ അപേക്ഷ നൽകാമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 85 വയസ്സ് പിന്നിട്ടവർക്കും 40% ഭിന്നശേഷിയുള്ളവർക്കുമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീട്ടിൽ വോട്ട് ചെയ്യാനാവുക. സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ പുതിയതായി പേര് ചേർക്കാൻ തിങ്കളാഴ്ച വരെ സമയം. ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നൽ സാധ്യത മനസ്സിലാക്കാൻ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തയ്യാറാക്കിയ ധാമിനി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. 2028 ലോക ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകും. പോളണ്ടിൽ നടന്ന ലോക അത്ലറ്റിക്സ് കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. ഒഡീഷയിലെ കലിംഗ സ്റ്റേഡിയം കോംപ്ലക്സ് ആയിരിക്കും പ്രധാന വേദി. ഈ വർഷത്തെ ചാമ്പ്യൻഷിപ്പിന് ഇന്ന് പോളണ്ടിൽ തുടക്കമാകും. കരസേനയിലേക്ക് അഗ്നിവീർ തിരഞ്ഞെടുപ്പിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഏപ്രിൽ 1 അവസാനിക്കും. കേരളത്തിലെ 7 തെക്കൻ ജില്ലകളിലെ അവിവാഹിതരായ പുരുഷന്മാർക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. 2026 ജൂൺ 1 മുതൽ 15 വരെയായിരിക്കും ഓൺലൈൻ പരീക്ഷ. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും പക്ഷിപ്പനി. മുഹമ്മ ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വളർത്തുപക്ഷികളെ നശിപ്പിക്കുന്നതിനുള്ള ദ്രുതകർമ്മസേനകളെ മൃഗസംരക്ഷണ വകുപ്പ് സജ്ജമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.